ഹലോ. ഈ കന്നഡികാസിന് ഇടയ്ക്കിടയ്ക്ക് കർണാടക ദേശീയത അല്ലെങ്കിൽ കന്നഡ ദേശീയത എന്നുള്ള വികാരം ഉണർന്നു വരാറുണ്ട്. ഇപ്പം കഴിഞ്ഞ 10 വർഷത്തെ കണക്കെടുത്ത് നോക്കിയാൽ തന്നെ 2012, 13, 17, 19, 22 എല്ലാം ഉണ്ടായിട്ടുണ്ട്. 23 ഉണ്ടായിട്ടുണ്ട്. 23 കഴിഞ്ഞ 2 ദിവസമായിട്ട് അവിടെ ആ വികാരം, എല്ലാവരും കന്നഡ പറയണം, എല്ലാവരും കർണാടകയിൽ വരികയാണെങ്കിൽ കന്നഡ പറയണം, ബോർഡുകളെല്ലാം കന്നഡയിലായിരിക്കണം എന്നുള്ള വികാരം ഉണർന്നിരിക്കുകയാണ്. ഈ വികാരം ഉണരുന്നതിന് പ്രത്യേകിച്ച് കാലമോ സമയമൊന്നുമില്ല. കന്നിമാസമൊന്നോ തുലാമാസമൊന്നോ അങ്ങനെ സ്പെസിഫിക് ടൈമൊന്നുമില്ല. ഏത് സമയം വേണമെങ്കിലും അവരുടെ ഉള്ളിൽ ഈ വികാരം ഉണ്ടാവും. അതിനുശേഷം സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ചുറ്റുമുള്ള എല്ലാം തല്ലിപ്പൊളിക്കുക എന്നുള്ളതാണ്. വിദേശികളെ, അതായത് വിദേശികളെന്ന് വെച്ചാൽ വിദേശ രാജ്യക്കാരെ അല്ല, കർണാടകത്തിന് പുറത്തുള്ളവരെല്ലാം അവരെ സംബന്ധിച്ച് വിദേശികളാണ്. അങ്ങനെ ഇന്ത്യയിൽ നിന്ന് വന്നവർക്കെതിരെ എല്ലാം അവർ തിരിയാറുണ്ട് ആ സമയത്ത്. അപ്പോൾ നമ്മളുടെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ഞാൻ ചെയ്യുന്ന വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും, അത് ഫ്രഷ് ആയിട്ട് കാണാനും പറ്റും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ബൃഹത് ബാംഗ്ലൂരു മഹാനഗര പാലിക BBMP പുതിയൊരു സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. അതിനനുസരിച്ച് ബാംഗ്ലൂരുള്ള കടകളും ഷോപ്പിംഗ് മാളുകളും ഷോപ്പിംഗ് സെൻറ്റേഴ്സും എല്ലാം അവരുടെ ബോർഡിൻ്റെ 60% കന്നഡയിലായിരിക്കണം. അതായത് 60% കന്നഡയിലായിരിക്കണം. ബാക്കി 40% വേറെ ഏത് ഭാഷയിലും ആവാം, അതിനെപ്പറ്റി അവർ പറഞ്ഞിട്ടില്ല. മിനിമം 60% കന്നഡ ഭാഷയിലായിരിക്കണമെന്നാണ് അവിടെ സർക്കുലർ. ആ സർക്കുലർ അനുസരിച്ച് ഫെബ്രുവരി 24-നകം ഈ ചേഞ്ച് ഓവർ ചെയ്യേണ്ടതാണ്. ഈ ബോർഡുകളുടെ മാറ്റം ഫെബ്രുവരി 24-നകം ചെയ്യേണ്ടതാണ്. അതല്ലെങ്കിൽ അതിനെതിരെ ഫൈനോ മറ്റു നടപടികളോ ഉണ്ടാവും. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി കർണാടക രക്ഷണ വേദികെ അഥവാ കരവേ തങ്ങളുടെ മഞ്ഞയും ചുവപ്പുള്ള കൊടി എന്നുള്ളത് കർണാടക സംസ്ഥാനത്തിൻ്റെ കൊടിയാണ് കേട്ടോ. കർണാടക ദേശീയത പരിപാലിക്കുന്ന ഒരു സംഘമാണ് കർണാടക രക്ഷണ വേദിക. അവരില്ലെങ്കിൽ കർണാടകത്തിൻ്റെ കാര്യം എന്തായി പോകുന്ന ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. അതുകൊണ്ടാണ് കർണാടകത്തെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു ഗ്രൂപ്പാണ്. അവർ ഈ ഓർഡറിനെ പറ്റി കേട്ട പാതി കേൾക്കാത്ത പാതി കൊടിയും കുറുവടിയും എല്ലാം ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അവരുടെ പിള്ളേരെല്ലാം കുറേ നാളായിട്ട് ജോലിയൊന്നുമില്ലാതെ ആകെ ടെൻഷൻ അടിച്ച് പിത്തം പിടിച്ചിരിക്കുകയായിരുന്നു. മടിയന്മാരായി മാറുമെന്ന് തോന്നിയ ഒരു ഘട്ടത്തിലാണ് ഈ BBMP നല്ല സുവർണാവസരം അവർക്ക് ഇട്ടുകൊടുത്തത്. ആ സുവർണാവസരം മറ്റു പലയിടത്തും ആൾക്കാർ മുതലാക്കുന്ന പോലെ ഇവരും മുതലാക്കി. അപ്പോൾ അവർ കാണുന്ന കടകളെല്ലാം ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ബിസിനസ്സിൻ്റെ അടക്കം കടകളെല്ലാം തല്ലിപ്പൊളിച്ചു. കടകളിലെ ബോർഡുകൾ, ഇംഗ്ലീഷിലുള്ള ബോർഡുകൾ തല്ലിപ്പൊളിച്ചു. ആ തല്ലിപ്പൊളിക്കൽ മഹാമഹം കെമ്പഗൌഡ ഇൻ്റർനാഷണൽ എയർപോർട്ട് വരെ എത്തി. കെമ്പഗൌഡ ഇൻ്റർനാഷണൽ എയർപോർട്ടിലും ഇംഗ്ലീഷിൽ ബോർഡ് പാടില്ല എന്നാണ് അവരുടെ അഭിപ്രായം. എന്തൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ടെൻഷൻ മെയിൻലി TCS, ഇൻഫോസിസ് പോലുള്ള IT കമ്പനീസിനാണ്. ഇനി കോഡിംഗ് കൂടെ കന്നഡയിലാക്കാൻ ഇവർ പറഞ്ഞാൽ എന്ത് ചെയ്യുമെന്നാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കന്നഡ ഗൊത്താത്തവർ, നിങ്ങൾ കന്നഡ ഗൊത്തില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കന്നഡ ഗൊത്താത്തവർ കർണാടകയിൽ വർക്ക് ചെയ്യേണ്ട എന്നാണ് അവരുടെ അഭിപ്രായം. ഈ വിദേശികളെ കൊണ്ട് അവർ പൊറുതിമുട്ടിയിരിക്കുകയാണെന്നാണ് അവർ പറയുന്നത്. അതേസമയം ഈ വിദേശികളുടെ കാശില്ലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ ഇത്രയും ബിസിനസ് ഇല്ലായിരുന്നെങ്കിൽ ഇവരെങ്ങനെ ജീവിച്ചു പോകുന്നുള്ളത് അവർ ചിന്തിക്കുന്നില്ല. വിദേശത്തു നിന്നുള്ള വലിയ വലിയ കമ്പനികളെ ടാക്സ് എക്സംഷനും മറ്റു പ്രലോഭനങ്ങളും കൊടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഇവർ ആലോചിച്ചില്ലായിരുന്നു അവർക്കൊന്നും കന്നഡ അറിയില്ലെന്ന്? അതോ അവരെ കൊണ്ടുവരുന്ന കാശ് മാത്രം മതിയെന്നാണോ ഇവർ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ നിങ്ങൾ പറയുന്നുണ്ടാവും ഈ കർണാടക രക്ഷണ വേദിക എന്നൊരു ഒറ്റ സംഘം മാത്രമല്ലേ ഇത് ചെയ്യുന്നുള്ളൂ എന്ന്. ശരിയാണ്, അങ്ങനെ ഒരു ചെറിയ സംഘം 2012 കണക്കനുസരിച്ച് അതിലെ മെമ്പേഴ്സിൻ്റെ എണ്ണം 6 മില്യൺ ആണ്. അതായത് 60 ലക്ഷമാണ് അതിലെ മെമ്പേഴ്സിൻ്റെ എണ്ണം. പക്ഷേ ഇവർ അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് ഗ്രൗണ്ട് സപ്പോർട്ട് കിട്ടുന്നുണ്ടാവണം, അവിടെ ഗ്രൗണ്ട് സപ്പോർട്ട് കൂടുന്നുണ്ടാവണം. ഇങ്ങനെ ഗ്രൗണ്ട് സപ്പോർട്ട് കിട്ടിയിട്ടില്ല എന്നായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ഗ്രൂപ്പിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അവർ വീണ്ടും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എങ്കിൽ അതിനർത്ഥം അവിടുത്തെ തദ്ദേശീയരായ ആൾക്കാരിൽ നിന്നും അവർക്ക് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതിനിടെ കട തല്ലി പൊളിക്കാൻ നടന്ന ഒരു ചേച്ചിയുടെ കയ്യിലെ ടാറ്റു ഇംഗ്ലീഷിലാണ്. അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ കമ്പിളിപ്പതപ്പ് എന്നാണ് ചേച്ചിയുടെ അഭിപ്രായം. അടുത്ത കടതല്ലിപ്പൊളിക്കൽ മഹാമഹത്തിന് മുമ്പ് കയ്യിലെ ടാറ്റു മാറ്റിയില്ലെങ്കിൽ ചേച്ചിക്ക് പണിയാവാൻ നല്ല സാധ്യതയുണ്ട്. കാരണം കൂടെയുള്ള ഏതെങ്കിലും തലയിരിഞ്ഞവന് ഒറ്റ ബുദ്ധി തോന്നിക്കഴിഞ്ഞാൽ പണിയാവും. പിന്നെ ഈ സപ്പോർട്ട് കൂടി വരികയാണെങ്കിൽ ഇത് ഇലക്ഷൻ ഒരു സുവർണാവസരമാണെന്ന് ആർക്കെങ്കിലും തോന്നിയാൽ ഈ 60% എന്നുള്ള ബോർഡ് 100% ആവാനും അധികം സമയം വേണ്ട. അവിടുത്തെ ഈ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ ബൃഹത് ബംഗളൂരു മുനിസിപ്പൽ മഹാനഗർ പാലിക തന്നെ പറയും 100% ബോർഡുകൾ കന്നഡയിലായിരിക്കണം. അവർക്ക് ബിസിനസ്സുകാരുണ്ടെങ്കിലും വലിയ പ്രശ്നമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. കടമെടുത്തെങ്കിലും ജീവിക്കും. കേരളത്തിലുള്ള സർക്കാർ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? ഇവിടെ എത്ര ബിസിനസ്സുകളാണുള്ളത്, എത്ര ഫാക്ടറീസ് ആണുള്ളത്? കടമെടുത്തല്ലേ മുന്നോട്ട് പോകുന്നത്. അതുപോലെ ഇപ്പോൾ കർണാടക മുന്നോട്ട് പോയിക്കോളും. കാരണം ബിസിനസ്സുകാർ പണം കൊണ്ടുവരും, പാർട്ടി ഫണ്ടിലേക്കും കാശ് തരും, നമ്മുടെ സ്വന്തം ഫണ്ടിലേക്കും കാശ് തരും. പക്ഷേ
അധികാരം പണവും കൊണ്ടുവരും, മറ്റ് ആവശ്യമുള്ള എല്ലാം കൊണ്ടുവരും. പ്രപഞ്ചത്തിൽ ഉള്ള എന്ത് സാധനം വേണമെങ്കിലും അധികാരം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കീഴിലെത്തും. അത് രാഷ്ട്രീയക്കാർക്കും അറിയാം, മറ്റുള്ളവർക്കും അറിയാം. അപ്പോൾ ഈ കന്നഡിക അല്ലെങ്കിൽ കന്നഡ വികാരം എന്നുള്ളത്, കന്നഡ ദേശീയത എന്നുള്ളത് ഇലക്ഷന് ഉപയോഗപ്പെടുത്താൻ സാധ്യതയുള്ള വളരെ മൂല്യമേറിയ, വളരെയധികം സാധ്യതകളുള്ള ഒരു മരുന്നാണ്. ദ ലസ്റ്റ് ഫോർ പവർ സൂപ്പർസീഡ്സ് എവറിത്തിങ്. അധികാരത്തിനുള്ള കൊതി മറ്റെല്ലാത്തിനെയും മറികടക്കുന്നു. അതുകൊണ്ട് ഈ പൊളിറ്റീഷ്യൻസ് എന്ത് ചെയ്യുമെന്ന് പറയാൻ ആർക്കും പറ്റില്ല. അവിടുത്തെ സർക്കാരിന് തോന്നുകയാണ് 100% ബോർഡാക്കി കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ വോട്ട് കിട്ടുമെന്ന്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു നിയമം വരാനും അധിക സമയമൊന്നും എടുക്കത്തില്ല. താങ്ക് യു.